ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാറ്ററ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടോപ്പിക്കാണ്. നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് സെമസ്റ്റർ 1 ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ പഠിക്കാനുണ്ടല്ലേ. ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, ആത്മനിഷ്ഠ രീതി, ക്ലിനിക്കൽ രീതി, ക്രിയാ ഗവേഷണം, കേസ് സ്റ്റഡി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കാറ്ററ്റിൽ നിന്ന് ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇതിന്റെ വക്താക്കൾ ആരാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 മാർക്കാണ്. ഈ 1 മാർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. 1 മാർക്കിൽ 2 മാർക്കിനൊക്കെ ആയിരിക്കും കേട്ടിട്ട് നമുക്ക് മിസ്സാവുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വില്യം വൂണ്ട് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ 2 ഉള്ളത്. ആത്മനിഷ്ഠ രീതിയും പരീക്ഷണ രീതിയുമാണ്. അപ്പോൾ വില്യം വൂണ്ടും എഡ്വേർഡ് റിച്നറും കൂടി ഏതിൽ വരുന്നുണ്ട്? ആത്മനിഷ്ഠ രീതിയിൽ വരുന്നുണ്ട്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ നോക്കുന്നു, നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ ഒക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആത്മനിഷ്ഠ രീതിയെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ വില്യം വൂണ്ടും എഡ്വേർഡ് റിച്നറുമാണ് ആത്മനിഷ്ഠ രീതിയുടെ വക്താക്കൾ എന്ന് പറയുന്നത്. പരീക്ഷണ രീതിയുടെ കൂടി വക്താവാണ് ആര്? വില്യം വൂണ്ട്. അപ്പൊ വില്യം വൂണ്ട്, റിച്നർ, ഇവർ രണ്ടുപേരും ആത്മനിഷ്ഠ രീതിയുടെ വക്താക്കളാണ്. വില്യം വൂണ്ട് പരീക്ഷണ രീതിയുടെ വക്താവ് കൂടിയാണ്. പരീക്ഷണ മനഃശാസ്ത്ര പിതാവ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ആര്? വില്യം വൂണ്ട്. ഓക്കെ, വില്യം വൂണ്ട് പരീക്ഷണ മനഃശാസ്ത്ര പിതാവ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ആദ്യ മനഃശാസ്ത്ര ലാബ് അദ്ദേഹമാണ് സ്ഥാപിച്ചത്. അപ്പോ ആത്മനിഷ്ഠ രീതിയുടെ വക്താക്കള് വില്യം വൂണ്ട്, റിച്നർ. പരീക്ഷണ രീതിയുടെ വക്താവ് വില്യം വൂണ്ട്. പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ആദ്യ മനഃശാസ്ത്ര ലാബ് സ്ഥാപിച്ചതും വില്യം വൂണ്ടാണ്. ഇനി ലെറ്റ്നർ വിറ്റ്മർ എന്ന് പറയുന്നത് ആരാണ്? ക്ലിനിക്കൽ രീതി അല്ലെ, മനോരോഗബാധിതരായിട്ടുള്ള ആളുകളുടെ ചികിത്സയും രോഗനിർണയവുമായി ബന്ധപ്പെട്ട ഒരു ഉപാധിയാണ് ക്ലിനിക്കൽ രീതി എന്ന് പറയുന്നത്, ക്ലിനിക്കൽ മെത്തേഡ്. ലെറ്റ്നർ വിറ്റ്മർ ആണ് അതിന്റെ വക്താവ് എന്ന് പറയുന്നത്, ലെറ്റ്നർ വിറ്റ്മർ. നെക്സ്റ്റ് ആണ് ജെയൽ മൊറീനോ ഏത് ഉപാധിയുമായി ബന്ധപ്പെട്ടതാണ്? സാമൂഹിക ബന്ധ പരിശോധന അല്ലെ. ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുന്നു, ആ വ്യക്തിക്ക് ആ സമൂഹവുമായി ഉള്ള ബന്ധം, സ്വീകാര്യത, അടുപ്പം, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ എടുക്കുകയാണെങ്കിൽ ആ കുട്ടി ആ ക്ലാസ് റൂമിൽ എത്രത്തോളം സജീവമാണ്, മറ്റു കുട്ടികളുമായിട്ട് എത്രത്തോളം ബന്ധം പുലർത്തുന്നു, എത്രത്തോളം കാര്യങ്ങൾ നിർവഹിക്കുന്നു, എത്രത്തോളം ഇടപെടലുകൾ നടത്തുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാമൂഹിക ബന്ധ പരിശോധന നടത്തുന്നത്. ജെയൽ മൊറീനോ ആണ് അതിന്റെ വക്താവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റീഫൻ എം കോറി എന്ന് പറയുന്നത്. സ്റ്റീഫൻ എം കോറി ക്രിയാഗവേഷണമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര ഗവേഷണ ഉപാധി. സ്റ്റീഫൻ എം കോറി ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ച് അല്ലെ. ഒരു അധ്യാപകന് വിദ്യാലയത്തിലോ ക്ലാസ് മുറിയിലോ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ, ഒരു സംഭവത്തെ, ഒരു വ്യവസ്ഥയൊക്കെ ബാധിക്കുന്നതാണെങ്കിൽ അത് കേസ് സ്റ്റഡി ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞ് നമ്മൾ ഒരെണ്ണം പഠിച്ചിരുന്നു. ഏതാണ്? അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ ഉള്ള വ്യക്തികളുടെ സ്വഭാവം പഠിക്കുന്നതിനും അവരുടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് പ്രക്ഷേപണ രീതി. അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റങ്ങളെല്ലാം മനസ്സിലാക്കി ആ വ്യക്തിയുടെ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊണ്ടുവന്ന് അവയെല്ലാം മനസ്സിലാക്കുന്ന രീതിയാണ് പ്രക്ഷേപണ രീതി. ഈ രീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ചില എക്സാമ്പിൾസ് ആണ്. എന്താണ് അതിന്റെ ഉദാഹരണങ്ങൾ? റോഷ മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ പദസഹചരത്വ പരീക്ഷ, വാക്യപൂരണ പരീക്ഷ. ഇതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പൊ ഈ റോഷ മഷിയൊപ്പ് പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താണാവോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. ഇത് പ്രക്ഷേപണ രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന്റെ പ്രക്ഷേപണ രീതി അസ്വാഭാവിക സ്വഭാവവും അടിച്ചമർത്തപ്പെട്ട വികാരമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം. ഇനി ഇതൊക്കെ എന്താണ്? ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. താഴെ പറയുന്ന രീതി ഏതുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ പ്രക്ഷേപണ രീതിയുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അല്ലാതെ തന്നെ സിറ്റുവേഷൻ തരും. റോഷ മഷിയൊപ്പ് പരീക്ഷ എന്തിന്? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്തിന്? ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്തിന്? ആ രീതിയിലുള്ള ചോദ്യം തന്നിട്ട്, സിറ്റുവേഷൻ തന്നിട്ട് ഇത് ഏത് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണെന്നും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ഓരോന്നും എന്താണെന്നുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ
നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനും പിന്നെ നമുക്കൊരു സന്തോഷമാണ് കമൻ്റൊക്കെ കാണുന്നത്. അപ്പോൾ കമൻ്റ് ഇടുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്